കഴിഞ്ഞ ഒരു 15-10 വർഷം കൊണ്ട് നിങ്ങൾ ഗ്രോ ചെയ്തതിന്റെ അത്രയോ അതിൽ കൂടുതലോ അടുത്ത 3 വർഷം കൊണ്ട് നിങ്ങൾ ഗ്രോ ചെയ്യും ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ദാറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വല്ലാതെ മെന്റൽ പ്രഷറിലായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറെ വന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ആ തീരുമാനത്തിൽ എത്താൻ പറ്റി. ഇനി ആ കാര്യങ്ങളായിട്ട് എനിക്ക് മുമ്പോട്ടേക്ക് പോകണം ഇനി ഫ്യൂച്ചറിൽ. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ചിലപ്പോൾ നിങ്ങൾ പെണ്ണുങ്ങളെ തെറ്റിയിട്ടുണ്ടാവും, നമ്മൾ ശരിയാക്കി തരാം. ചിലപ്പോൾ നിങ്ങൾ പടച്ചോനെ തെറ്റിയിട്ടുണ്ടാവും, അത് നമുക്ക് ശരിയാക്കി തരാം. ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ തെറ്റിയിട്ടുണ്ടാവും, ഉണ്ടാവില്ല നമ്മളായിട്ട് തെറ്റില്ല. നമ്മൾ ചിലപ്പോൾ സെൽഫ് ഹേറ്റഡ് എന്ന് പറയുന്നത് സ്വയത്തോടുള്ള പുച്ഛവും വെറുപ്പും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാക്കാം. ഇൻ സമ്മറി, നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ പടച്ചവനും സമൂഹവും ഒക്കെ ഏറ്റെടുത്ത് അത് ശരിയാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കച്ചവടത്തെ എടുത്ത് വളർത്തി ബ്രാൻഡാക്കി നെക്സ്റ്റ് ലെവലിലേക്ക്. ഫസ്റ്റ് BCCന്റെ ഒരു ഇൻട്രോ വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞില്ല ആ ബിസിനസിന്റെ വിളഞ്ഞില്ല, ഫാമിലിയും ഇല്ല, ബിസിനസ്സും ഇല്ല, ഫിസിക്കലും ഇല്ല എന്ന് പറഞ്ഞേ. അത് കറക്റ്റ് അതിന്റെ അവസ്ഥയിൽ കൂടെ ഇങ്ങനെ കടന്നു പോയി. ചില വീഡിയോ അത് ശരിക്കും കൊളത്തി, നമ്മളെ ശരിക്കും കൊളത്തി. കുടുങ്ങിട്ടേ. ഞാനൊരു 10-30 വർഷമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അതെ. പക്ഷെ നേരത്തെ ഒരാൾ പറഞ്ഞു കേട്ടതുപോലെ ഈ വളഞ്ഞിയിൽ കുടുങ്ങിയിട്ടുള്ള ഒരാളും കൂടിയാണ്. നിങ്ങളൊന്ന് തെങ്ങുമെന്ന് വീണ് കിട്ടണ്ടേ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ. എനിക്ക് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ഒരു കാര്യം. കാരണം ഞാൻ ഈ ടു ബി ഓണസ്റ്റ് ഞാൻ പറഞ്ഞു, ഞാനൊക്കെ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ 10ാം ക്ലാസ് തൊട്ട് കള്ളു കുടിച്ചോണ്ടിരുന്നത്. ഞാൻ ആക്ച്വലി കഴിഞ്ഞ് ഈ പരിപാടി തുടങ്ങിയ ശേഷം കള്ളുകൂടി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. കച്ചവടമൊക്കെ മതി, കള്ളും പെണ്ണും ആയിട്ട് നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളെ എന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക്, BCC കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം അല്ല. അങ്ങനത്തെ ആളുകൾക്കുള്ള ഇടം അല്ല ഇത്. ഞങ്ങൾ അതുപോലെ ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആളുകളാണ് പറയുന്നത്. ഞങ്ങൾ അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ 2-3 ആഴ്ച കൊണ്ട് ഞങ്ങൾക്കുള്ള ചേഞ്ചസ് ഓരോരുത്തർക്കും അറിയാം. എന്തുമാത്രം ചേഞ്ചസ് നമ്മുടെ ആക്ടിവിറ്റീസിൽ, നമ്മുടെ ഗോൾ സെറ്റിംഗ്സിൽ, നമ്മുടെ ബിസിനസിന്റെ എന്തിനാവട്ടെ. BCC ഏറ്റവും അട്രാക്ട് ചെയ്ത കാര്യം വെച്ചാൽ BCC നമുക്ക് ഒരു ബിസിനസ് കോച്ചിങ് മാത്രമല്ല, ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ, നമ്മൾ ഫാമിലിക്ക് ഉപകാരപ്പെട്ട ആളാവണം, നമ്മൾ സൊസൈറ്റിക്ക് ഉപകാരപ്പെട്ട ആളാവണം, ഏത് മതവിശ്വാസിയാണെങ്കിലും ഒരു ഭക്തിയുള്ള ആളാവണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഡോക്ടറെ കോച്ചിങ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സത്യം പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എക്സ്പീരിയൻസ് ആണല്ലോ ഏറ്റവും വലുത്. ഡോക്ടർ BCC നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ ഒരുപാട് വലിയ കമ്പനി ആയിട്ട് ഡീൽ ചെയ്തോണ്ടും അവരെ പ്രോബ്ലംസ് സോൾവ് ചെയ്തോണ്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾക്ക് ചിലപ്പോൾ 5 വർഷം കൊണ്ട് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്നുള്ള സാർ എടുത്ത് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ കൊണ്ട് അത്ര വർഷം പോവാണ്ട് ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ ഒരു മാസത്തിനുള്ളിലോ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ കഴിയുന്ന പിന്നെ ഇപ്പം ബുക്കിൽ നോക്കിയിട്ട് ഈ ബിസിനസ് ഇങ്ങനെ ചെയ്യണം, ബിസിനസ് അങ്ങനെ ചെയ്യണം, അങ്ങനെ എംപ്ലോയിനെ എങ്ങനെ ആക്കണം, അത് ഇങ്ങനെ ആക്കണം, ഇത് ഇങ്ങനെ ആക്കണം എന്ന് പറയുന്ന പ്രോസസ് അല്ല. ഞാനും ഒരു കച്ചവടക്കാരനാണ്, നിങ്ങളൊരു കച്ചവടക്കാരനാണ്. എനിക്ക് പിന്നെ ആകെ ഒരു 2 കോച്ചിങ്ങും 2 ട്രെയിനിങ്ങും അറിയുന്നതുകൊണ്ട് എനിക്കറിയുന്ന വിവരങ്ങളും എൻ്റെ ഉയർച്ചകളും എൻ്റെ താഴ്ചകളും എൻ്റെ പരാജയങ്ങളും എൻ്റെ വിജയങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഒരു 100-300 കമ്പനികളുമായിട്ട് ഇടപഴകിയ ഡെപ്തുള്ള നോളജും എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഇത് മറ്റേ കമ്പനിയിൽ അന്നുണ്ടായ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ട്. ആ ഒരു 15 വർഷത്തെ എക്സ്പെർട്ടീസും എന്റെ കച്ചവടവും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ്, ഒരു ഡോക്ടർ എന്നുള്ള നോളജും, ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നോളജും, ഒരു കോച്ച് എന്നുള്ള നോളജും, ഒരു NLP ട്രെയിനർ എന്നുള്ള നോളജും, ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നോളജും, ഒരു മെന്റർ എന്നുള്ള നോളജും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള സാമ്പാറാണ് നമ്മൾ കലക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ബേസിക്കലി ഒരു അക്കാഡമീഷ്യനായിരുന്നു. കഴിഞ്ഞ വട്ടം ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രം UK നിന്ന് ദുബായിൽ എത്തിയ ആളാണ്. അപ്പൊ എല്ലാവിധം നമ്മളെ മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടർ നമുക്കുള്ള ഒരു കോച്ചിങ് തരുന്നത്. അപ്പൊ ഓരോ കാൻഡിഡേറ്റ്സിന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട, അവർക്ക് യൂസ്ഫുൾ ആയുള്ള അഡ്വൈസസാണ് ഡോക്ടർ തരുന്നത്. അതാണ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ ബിസിനസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളൊരു പ്രീ കോച്ചിങ് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ആ രീതിയിലാണ് നമ്മളെ ഒരു കോച്ചിങ് നടത്തുന്നത്. അപ്പൊ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ് പ്രോഗ്രാം ടു എനിവൺ. ഈ വർഷത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുത്ത ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് ഈ വർഷത്തെ ഒരു ഗോൾ നേരത്തെ സെറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമിന് പോകാന്ന് പറഞ്ഞു. സ്ട്രക്ചേർഡ് ആണ്, വെരി സ്ട്രക്ചേർഡ് പ്രോസസ് ആണ്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ മോണിറ്റർ ചെയ്യാൻ ആളുണ്ടാവും, നമ്മളോട് ചോദ്യം ചോദിക്കാൻ ആളുണ്ടാവും, നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും, നമ്മൾ ലിറ്ററലി നമ്മൾ ഗ്രോ ചെയ്യും ഈ വർഷം. അപ്പൊ ഇതുവരെ നിങ്ങൾ എങ്ങനെ ഗ്രോ ചെയ്തു എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. ഇതുവരെ നിങ്ങൾ എവിടെ പൊട്ടി, എവിടെ പാളീസായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗ്രോ ചെയ്തില്ല എന്നുള്ളതൊന്നും നമ്മുടെ കൺസെപ്റ്റ് അല്ല. ഈ വർഷം നമ്മൾ പൊളിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഈ വർഷം നമ്മൾ പൊളിക്കും.